വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. എൻ്റെ പേര് പ്രജിത്ത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദഹന പ്രക്രിയയാണ്. നമ്മുടെ പ്രിലിമിനറി സിലബസിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്നുള്ള ടോപ്പിക്കിന് കീഴിൽ വരുന്നൊരു ഭാഗമാണ് ദഹന പ്രക്രിയ. 9th SCERT ടെക്സ്റ്റിലെ ആഹാരം അന്നപഥത്തിലൂടെ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്, 2ാമത്തെ ചാപ്റ്ററാണ്. അതിലാണ് ദഹന പ്രക്രിയയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 9th സ്റ്റാൻഡേർഡ് SCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റാങ്ക് ഫയലിലുള്ള പോയിന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ. അപ്പോൾ പോഷണ പ്രക്രിയയിലെ ഒരു ഘട്ടം മാത്രമാണ് ദഹന പ്രക്രിയ. പോഷണ പ്രക്രിയയിലെ ഒരു ഘട്ടം മാത്രമാണ് ദഹന പ്രക്രിയ. പോഷണ പ്രക്രിയയിൽ 5 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. അങ്ങനെ 5 ഘട്ടങ്ങളുണ്ട്. ഈ 5 ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ആഹാര സ്വീകരണം, നമ്മൾ ഫുഡ് കഴിക്കൽ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പോഷക വ്യവസ്ഥയിലെ ആദ്യ പടിയാണ് പോഷക സ്വീകരണം, അതായത് ഫുഡ് കഴിക്കൽ. അടുത്തത് ദഹനം എന്താണെന്ന് നോക്കാം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പോൾ എന്താണ് ദഹനം? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനത്തെ സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മുടെ ശരീരത്തിന് നേരിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. അവയൊക്കെ ലഘു ഘടകങ്ങളാക്കി മാറ്റണം. ഈ പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആഗിരണം? ദഹിച്ച ഭക്ഷണം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ദഹിച്ച ഭക്ഷണം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. അടുത്തത് സ്വാംശീകരണം. ആഗിരണം ചെയ്യപ്പെട്ട ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ. ആഗിരണം ചെയ്യപ്പെട്ട ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം. അപ്പോൾ ഈ 5 ഘട്ടങ്ങളാണ് പോഷണ പ്രക്രിയയിൽ ഉള്ളത്. അടുത്തത് ഭക്ഷണത്തിലെ പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ധാന്യകം, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, മാംസ്യം, കൊഴുപ്പ്, ഫാറ്റ്, ധാതുക്കൾ, മിനറൽസ്, വൈറ്റമിനുകൾ, ജീവകങ്ങൾ, ജലം, വാട്ടർ. ഇത്രയും പോഷക ഘടകങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ളത്. ഇത് കൂടാണ്ട് നമ്മൾ പാല് കുടിക്കും, അപ്പോൾ മിൽക്ക് പ്രോട്ടീൻസ് ഉണ്ടാവും. പാല്, പഞ്ചസാര, സുക്രോസ് തുടങ്ങിയ പോഷക ഘടകങ്ങളും ഉണ്ടാവും. അപ്പോൾ ഭക്ഷണത്തിൽ ഈ പോഷക ഘടകങ്ങളിൽ ധാതുക്കൾ, ഈ 3 പോഷക, ലാസ്റ്റ് എഴുതിയേക്കണ 3 പോഷക ഘടകങ്ങളില്ലേ, അതായത് ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം, ഇവ 3ഉം ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. ബാക്കിയുള്ള ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ഇതൊന്നും ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവയെ നമുക്ക് ലഘു ഘടകങ്ങളാക്കി മാറ്റേണ്ടതുണ്ട്. അതിനെയാണ് ദഹനം എന്ന് പറയുന്നത്. ഇനി ഈ പോഷക ഘടകങ്ങളുടെ ഓരോന്നിൻ്റെയും ധർമ്മം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ധാന്യകത്തിൻ്റെ ധർമ്മം ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക ആണ്. ധാന്യകത്തിൻ്റെ ധർമ്മം എന്താണ്? ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക. എന്താണ് പ്രോട്ടീൻ്റെ ധർമ്മം? ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? മാംസ്യമാണ്. അതുകൊണ്ടാണ് ഈ ബോഡി ബിൽഡേഴ്സൊക്കെ പ്രോട്ടീൻ റിച്ച് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്. കാരണം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകമാണ് മാംസ്യം. അടുത്തത് എന്താ നോക്കാം. കൊഴുപ്പ്. എന്താണ് കൊഴുപ്പിൻ്റെ ധർമ്മം? ഊർജോൽപാദനമാണ് കൊഴുപ്പിൻ്റെ ധർമ്മം. എന്താണ്? ഊർജോൽപാദനമാണ് കൊഴുപ്പിൻ്റെ ധർമ്മം. പിന്നെയുള്ള 3 ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അവ ദഹനത്തിന് വിധേയമാകേണ്ടതില്ല. ദഹനത്തിന് വിധേയമാകാത്ത പോഷകങ്ങളാണ് ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം. എന്താണ് ദഹനത്തിന് വിധേയമാകാത്ത പോഷകങ്ങൾ ഏതൊക്കെയാണ്? ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം. ഇനി ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്താണ് ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഗാലക്ടോസ്. പിന്നെ ധാതുക്കൾ, ജീവകങ്ങൾ, ജലം. നമ്മൾ നേരത്തെ പറഞ്ഞു ധാതുക്കൾ, ജീവകങ്ങൾ, ജലം. അത് ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ദഹനത്തിലെ അന്തിമ ഉൽപ്പന്നങ്ങളിൽ ധാതുക്കൾ, ജീവകങ്ങൾ, ജലം അങ്ങനെ തന്നെയുണ്ട്. അതുകൂടാതെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, ഗാലക്ടോസ്, ഇത്രയും ഘടകങ്ങളും കൂടിയുണ്ട്. ഈ രൂപത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ, ഇത്രയും രൂപത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ കണ്ട ഫുഡിലെ പോഷകഘടകങ്ങളായ ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ഇതൊന്നും ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇതൊക്കെ കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളവയാണ്. ഇവയൊക്കെ വിഘടിപ്പിച്ച് ലഘു ഘടകങ്ങളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ ആൻഡ് ഗാലക്ടോസ് ഇത്രയും ആക്കി മാറ്റണം. ഈ പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ഈ പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമുക്ക് ദഹന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഭാഗമാണ് വായ. വായയിൽ നിന്നാണ് ദഹനം ആരംഭിക്കുന്നത്. വായയിൽ നിന്നാണ് ദഹനം ആരംഭിക്കുന്നത്. വായലിലേക്ക് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത് പോകുന്ന അവിടെ നിന്ന് അന്നനാളം. അന്നനാളത്തിലേക്ക് പോകുന്നു. അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ നിന്ന് പോകുന്നത് ചെറുകുടലിലേക്കാണ്. ചെറുകുടൽ കഴിഞ്ഞാൽ വൻകുടൽ. വൻകുടലിൽ ദഹനം അവസാനിച്ചതിന് ശേഷം
മലാശയത്തിലെത്തുന്നു, അവിടെ നിന്ന് എക്സ്ക്രീറ്ററി ഓർഗൻസ് വഴി പുറത്തു പോകുന്നു. ഇത്രയുമാണ് ദഹന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ. ഇനി ഈ ദഹന വ്യവസ്ഥയിലെ ഓരോ ഭാഗങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ വായ. ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? വായിൽ വെച്ചാണ്. ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ്? വായിൽ വെച്ചാണ്. വായിൽ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഏതൊക്കെയാണ് 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ? പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. ഏതൊക്കെയാണ്? പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. അങ്ങനെ 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഇനി ഉമിനീരിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്ലേഷ്മമുണ്ട്, അതായത് മ്യൂക്കസ് ആണ്. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് ആണ്. പിന്നെ രാസാഗ്നികളുണ്ട്. ഉമിനീരിലെ രാസാഗ്നികൾ ഏതൊക്കെയാണ്? സലൈവറി അമിലേസ് അഥവാ ടയലിൻ, ലൈസോസൈം. 2 രാസാഗ്നികളാണുള്ളത്. ഒന്ന് സലൈവറി അമിലേസ് അതായത് ടയലിൻ, ഒന്ന് ലൈസോസൈം. എന്താണ് സലൈവറി അമിലേസിന്റെ ധർമ്മം അഥവാ ടയലിന്റെ ധർമ്മം? എന്താണ്? ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ ടയലിൻ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതായത് അന്നജം എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ച്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചോറ് കറിയൊന്നും ഇല്ലാണ്ട് വായിലിട്ട് ചവച്ച് കഴിയുമ്പോൾ ഒരു മധുരം അനുഭവപ്പെടും. അതെന്തുകൊണ്ടാണ്? ഈ മാൾട്ടോസിന് ചെറിയ മധുരമുണ്ട്. അതുകൊണ്ടാണ് അന്നജം ടയലിൻ മാൾട്ടോസ് ആക്കി മാറ്റുന്നതുകൊണ്ടാണ് ആ മധുരം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് വായിൽ സംഭവിക്കുന്നത്. ഇനി ലൈസോസൈം. എന്താണ് ലൈസോസൈമിന്റെ ധർമ്മം? ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കളെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് ലൈസോസൈമിന്റെ ധർമ്മം. അപ്പോൾ ദഹനം ഇവിടെ വെച്ച് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാന്നുള്ള ചോദ്യത്തിന് ഉത്തരം വായിൽ വെച്ച്. ഇനി നമുക്ക് ഈ പഠിച്ച ഭാഗം ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലൊന്ന് നോക്കാം. എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്? 3 ജോഡി. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? പരോട്ടിഡ്, സബ്മാക്സിലറി, സബ്ലിംഗ്വൽ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ അഥവാ സലൈവറി അമിലേസ് എന്നും അറിയപ്പെടും. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ. ഉമിനീരിൽ ഏത് ഭക്ഷണ ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. ഉമിനീര് ഏത് ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. വായിൽ വെച്ചിട്ട് തന്നെ അന്നജത്തിന്റെ ഡൈജഷൻ ആരംഭിക്കും. ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായിൽ വെച്ച്. ആഹാരപദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ച്? വായിൽ വെച്ച്. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട് PSCക്ക്. വായിൽ വെച്ചിട്ടാണ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ഏതാണ്? ടയലിൻ. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്ന രാസാഗ്നി ടയലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ് എന്നും പറയാം. ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം. അപ്പോൾ നമ്മുടെ വായിലെ ദഹനത്തിന്റെ പരിപാടി കഴിഞ്ഞു. അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? ആഹാരം അന്നനാളത്തിലൂടെ. വായ കഴിഞ്ഞ അടുത്തത് എവിടെയാണ്? നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അന്നനാളം. അടുത്തത് അന്നനാളമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആഹാരം എങ്ങനെയാണ് അന്നനാളത്തിലേക്ക് പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വായിൽ ഭക്ഷണം പല്ലുകളുടെ സഹായത്തോടെ ചവച്ചരിച്ചൊരു സെമി ലിക്വിഡ് ഫോമിലാക്കിയിട്ടുണ്ട് നമ്മൾ. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ചെറിയ ഉരുളകളാക്കുന്നു. അത് കഴിഞ്ഞിട്ട് വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഗ്രസനി. വായുടെ തുടർച്ചയായി കാണപ്പെടുന്ന പേശി നിർമ്മിത ഭാഗമാണ് ഗ്രസനി. ഗ്രസനിയിൽ നിന്നാണ് അന്നനാളവും ശ്വാസനാളവും ഉത്ഭവിക്കുന്നത്. ഗ്രസനിയിൽ നിന്നാണ് അന്നനാളവും ശ്വാസനാളവും ഉത്ഭവിക്കുന്നത്. ഈ കാണുന്നതാണ് അന്നനാളം, ഇതാണ് ശ്വാസനാളം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം എല്ലാം പോകുന്നത് അന്നനാളത്തിലൂടെയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു പോകുന്നത് ശ്വാസനാളത്തിലൂടെയാണ്. അപ്പോൾ ഈ രണ്ടും ഗ്രസനിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ശ്വാസനാളത്തിലേക്ക് പോകാതെ നോക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അതിന് സഹായിക്കുന്ന ഒരു ഭാഗമാണ് ക്ലോമപിധാനം. ഈ കാണുന്ന ഒരു ഭാഗമാണ് ക്ലോമപിധാനം. നമ്മൾ ഫുഡ് ഇറക്കുന്ന സമയത്ത് ഈ ക്ലോമപിധാനം നമ്മുടെ ശ്വാസനാളം അടച്ച് ഫുഡ് ഇതിലേക്ക് പോകാതെ സൂക്ഷിക്കുന്നു. ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് ഈ ഭാഗം കൊണ്ട് അടക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ശ്വാസനാളത്തിലേക്ക് പോകാതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ശ്വാസനാളത്തിലേക്ക് പോകാതെ തടയുന്ന ഭാഗം ഏതാണ്? ക്ലോമപിധാനം. അതുപോലെ തന്നെ നമ്മുടെ മൂക്കിലേക്കും കയറരുതല്ലേ ഈ ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് മൂക്കിലേക്കും കയറരുത്. അതിന് സഹായിക്കുന്ന ഭാഗമാണ് ചെറുനാക്ക്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗം ഏതാണ്? ചെറുനാക്കാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ചെറുനാക്ക് നാസാഗഹ്വരം, ഇതാണ് നാസാഗഹ്വരം, അത് ക്ലോസ് ചെയ്ത് പിടിക്കും. അങ്ങനെ ക്ലോമപിധാനം ഇവിടെ ക്ലോസ് ചെയ്യുന്നു, ചെറുനാക്ക് നാസാഗഹ്വരം ഈ ഭാഗവും ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ ഫുഡ് കറക്റ്റായിട്ട് നമ്മുടെ ഫുഡ് പൈപ്പിലേക്ക്, അതായത് അന്നനാളത്തിലേക്ക് തന്നെ കറക്റ്റായിട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഫുഡ് അന്നനാളത്തിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് വായിലെ കഴിഞ്ഞ് അന്നനാളത്തിലെത്തി. ഇപ്പോൾ പഠിച്ച ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിത ഭാഗം ഏതാണ്? ഗ്രസനി അഥവാ ഫാരിങ്സ്. വായുടെ തുടർച്ചയായി കാണുന്ന പേശി നിർമ്മിതമായ ഭാഗം ഗ്രസനി അഥവാ ഫാരിങ്സ്. അന്നനാളം ആരംഭിക്കുന്നത് ഗ്രസനിയിൽ നിന്ന്. ആഹാരവും വായുവും കടന്നു പോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി അഥവാ ഫാരിങ്സ്.
ആഹാരവും വായുവും കടന്നുപോകുന്ന പൊതുവായ ഭാഗമാണ് ഗ്രസനി അഥവാ ഫാരിങ്സ്. കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാതെ തടയുന്ന ഭാഗമാണ് ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം കഴിക്കുന്ന ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോകാതെ തടയുന്ന ഭാഗം ക്ലോമപിധാനമാണ്. അതേസമയം കഴിക്കുന്ന ഭക്ഷണം നാസാഗഹ്വരത്തിലേക്ക് കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ ചെറുനാക്ക്, ഉണ്ണാക്ക് അല്ലെങ്കിൽ ഉവ്യൂള. അപ്പോൾ മൂക്കിലേക്ക് വരാതെ സഹായിക്കുന്നതാണ് ചെറുനാക്ക് അല്ലെങ്കിൽ ഉണ്ണാക്ക്. ശ്വാസകോശത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുന്നത് ക്ലോമപിധാനമാണ് അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് ആണ്. അപ്പോൾ ഈ ചോദ്യം വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടിസ് ശ്വാസനാളത്തിലേക്ക് ഭക്ഷണം കടക്കാതെ തടയുന്ന ഭാഗമാണ് കേട്ടോ. നാസാഗഹ്വരത്തിലേക്ക് ആഹാരം കടക്കാതെ സൂക്ഷിക്കുന്ന ഭാഗം ചെറുനാക്ക് അല്ലെങ്കിൽ ഉണ്ണാക്കാണ്, ഉവ്യൂളയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണം അന്നനാളത്തിലെത്തി. ഭക്ഷണം അന്നനാളത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തെ അന്നനാളം ആമാശയത്തിലെത്തിക്കണം അല്ലേ? ഈ ഭക്ഷണത്തെ അന്നനാളത്തിന് ആമാശയത്തിലെത്തിക്കണം. ഈ ഭക്ഷണത്തെ ആമാശയത്തിലെത്തിക്കാൻ അന്നനാളത്തെ സഹായിക്കുന്നത് ഒരു തരംഗരൂപത്തിലുള്ള ചലനമാണ്. ഈ തരംഗരൂപത്തിലുള്ള ചലനത്തെ പറയുന്ന പേരാണ് എന്താണ്? പെരിസ്റ്റാൾസിസ്. എന്താണ്? പെരിസ്റ്റാൾസിസ്. അപ്പോൾ അന്നനാളത്തിൽ പഠിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ, പെരിസ്റ്റാൾസിസ്. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അന്നനാളം. ഗ്രസനിയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്നത് അന്നനാളം, ഈസോഫാഗസ്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. ഇതും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണം കടന്നു ചെല്ലുമ്പോഴുള്ള അന്നനാളത്തിന്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അപ്പോൾ നമ്മുടെ ഭക്ഷണം അങ്ങനെ ആമാശയത്തിൽ എത്തിയിട്ടുണ്ട്. ആമാശയത്തിൽ എത്തിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നോക്കാം. ആമാശയത്തിന്റെ അവസാന ഭാഗത്ത് ഒരു പേശികളുണ്ട്. ഇതാണ് വലയപേശികൾ. എന്താണ്? വലയപേശികൾ. ഈ വലയപേശികൾ അടഞ്ഞ് ഈ ഭക്ഷണം ഇങ്ങോട്ട് ചെറുകുടലിലേക്ക് കടക്കാതെ പിടിച്ചു വെക്കും. എന്നിട്ട് ആമാശയത്തിൽ ശക്തമായ പെരിസ്റ്റാൾസിസ് ഉണ്ട്. എന്താണ്? ശക്തമായ പെരിസ്റ്റാൾസിസ് ഉണ്ട്. അപ്പോൾ ഈ വലയപേശികളോട് പിടിച്ചു വെച്ചിട്ട് ആമാശയത്തിൻ്റെ ശക്തമായ പെരിസ്റ്റാൾസിസ് മൂലം എന്ത് സംഭവിക്കും? നമ്മൾ കഴിച്ച ഈ ഭക്ഷണം കുഴമ്പ് രൂപത്തിലാവുന്നു. എന്താണ്? ഭക്ഷണം കുഴമ്പ് രൂപത്തിലാവുന്നു. അതേസമയം തന്നെ ആമാശയ ഭിത്തികൾ എന്താണ്? ആമാശയ രസം ഉൽപ്പാദിപ്പിക്കുന്നു, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നു. ആമാശയ ഭിത്തിയിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോശങ്ങളാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ആ കോശങ്ങളുടെ പേരാണ് എന്താണ്? ഓക്സൻറ്റിക് കോശങ്ങൾ. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോശങ്ങളാണ് ഓക്സൻറ്റിക് കോശങ്ങൾ. ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവം ഏത്? ആമാശയം. ഉദരാശയത്തിന് ഇടതുവശത്തായി സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ അവയവമാണ് ആമാശയം. ആമാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാകുവാൻ എടുക്കുന്ന സമയം 4 to 5 മണിക്കൂർ. 4 to 5 മണിക്കൂറാണ് ഈ ദഹനം കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഫുഡിൻ്റെ ഇടയിൽ 4-5 മണിക്കൂർ ഗ്യാപ്പ് ഇടണമെന്ന് പറയാൻ കാര്യം. ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്താൻ സഹായിക്കുന്ന ആമാശയത്തിന് അവസാന ഭാഗത്തുള്ള പേശികളാണ് വലയപേശികൾ. വലിയ പേശികളല്ല കേട്ടോ, വലയപേശികളാണ്. ആഹാരം ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്താൻ സഹായിക്കുന്ന ആമാശയത്തിലെ അവസാന ഭാഗത്തുള്ള പേശികളാണ് വലയപേശികൾ. അപ്പോൾ ഇത്രയുമാണ് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭക്ഷണം എവിടെയാണ്? ആമാശയത്തിലാണ്. അപ്പോൾ നമ്മൾ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് പറഞ്ഞ് ആമാശയ രസവും ഉണ്ടെന്ന് പറഞ്ഞ്. ഇനി ഇവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ? അപ്പോൾ നോക്കാം. ആമാശയരസം. ആമാശയരസത്തിലെ ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും. അപ്പോൾ ആദ്യം നമുക്ക് ആമാശയരസത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. റെനിൻ ഉണ്ട്, പെപ്സിൻ എൻസൈം ഉണ്ട്, ഗ്യാസ്ട്രിക് ലിപ്പേസ് എൻസൈം, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഇത്രയുമാണ് ആമാശയരസത്തിലെ ഘടകങ്ങൾ. ഏതൊക്കെയാണ്? റെനിൻ, പെപ്സിൻ, ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം. ഇനി ഇവയെ ഓരോന്നിൻ്റെയും ധർമ്മം എന്താണെന്ന് നോക്കാം. പെപ്സിൻ്റെ ധർമ്മം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുന്നു. പെപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കി മാറ്റും. എന്താണ്? പെപ്റ്റോണാണ് കേട്ടോ. ഇനി ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്താ ചെയ്യണത്? കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. എന്താണ്? കൊഴുപ്പിനെ, ലിപ്പേസ്. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന ആരാണ്? ലിപ്പേസ്. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ നേരത്തെ, അതായത് ബീഫ്, ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ചുണ്ടത്തെ കൊഴുപ്പ് വന്നിരിക്കാറില്ലേ? അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യുക. ലിപ്പേസ് കൊഴുപ്പ്. ഗ്യാസ്ട്രിക് ലിപ്പേസ് കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഇനി ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ധർമ്മം എന്താണ്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുക. ഒരു ധർമ്മം അതാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു ധർമ്മം എന്താണ്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുക. പിന്നെ ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുക. അപ്പോൾ ദഹന പ്രക്രിയയ്ക്ക് എപ്പോഴും നല്ലത് ഒരു ആസിഡ് മീഡിയമാണ്. അപ്പോൾ ആ ഒരു ആസിഡ് മീഡിയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രണ്ടാമത്തെ ധർമ്മം. ഒരു ധർമ്മം എന്താണ്? ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുക. മറ്റൊന്ന് ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുക. അടുത്തതാണ് ശ്ലേഷ്മം. ശ്ലേഷ്മം എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് ആണ്. ഈ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക. ദഹനരസം, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ പറഞ്ഞു. ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നല്ല വീര്യം കൂടിയ ഒരു ആസിഡാണ്. 1 മുതൽ 3 വരെയാണ്
ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം, അതായത് മെറ്റൽസിനെ പോലും ദ്രവിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു pH മൂല്യമാണ് 1 മുതൽ 3 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത്രയും വീര്യം കൂടി ആസിഡൊക്കെ നമ്മുടെ സ്കിന്നിൽ വീണ പൊള്ളും. അപ്പോൾ ആമാശയ ഭിത്തിയെ ഈ പൊള്ളലിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന ആരാണ്? ശ്ലേഷ്മമാണ്. ശ്ലേഷ്മം മാത്രമല്ല ബൈകാർബണേറ്റുകളുണ്ട്. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ് അല്ലേ, ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ക്ഷാര സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഈ ബൈകാർബണേറ്റും ശ്ലേഷ്മവും ചേർന്നിട്ട് ഒരു മെംബ്രെയിൻ ആമാശയ ഭിത്തിയിൽ ഫോം ചെയ്യും, ആമാശയ ഭിത്തിയിൽ ഫോം ചെയ്യും. അപ്പോൾ ഈ അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അതായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ന്യൂട്രലായി അവിടെ ഒരു ന്യൂട്രൽ ലെയർ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ശ്ലേഷ്മവും ബൈകാർബണേറ്റ്സും ചേർന്ന് ആമാശയ ഭിത്തിയെ ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. ചില ആൾക്കാരിൽ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനം വളരെ കൂടുതലാവാം, അല്ലെങ്കിൽ ശ്ലേഷ്മം കുറവ് വരാം, ശ്ലേഷ്മം അധികം ഇല്ലാതെ വരാം, അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ് അധികം ഇല്ലാതെ വരാം. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഈ ദഹനരസങ്ങൾ ആമാശയ ഭിത്തിയിൽ പ്രവർത്തിക്കും. അങ്ങനെയാണ് ഈ ഗ്യാസ്ട്രിക് അൾസർ എന്നുള്ള ഒരു അസുഖം ഉണ്ടാവുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഈ 4 ഇത് കൂടാണ്ട് ഒരെണ്ണം കൂടി എഴുതിയിട്ടുണ്ടല്ലേ, റെനിൻ. പെപ്സിൻ ഇവിടെ പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കുന്നു എന്ന് പറഞ്ഞ്, പക്ഷേ പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് പെപ്സിനില്ല. പാലിലെ മാംസ്യമായ ഏതിനാണ്? കേസിനെ ദഹിപ്പിക്കാനുള്ള കഴിവ് ഈ പെപ്സിനില്ല. അപ്പോൾ റെനിൻ്റെ കടമ എന്താണ്? പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് റെനിൻ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? റെനിൻ. അപ്പോൾ ഈ 5 എണ്ണമാണ് ആമാശയരസത്തിലെ ഘടകങ്ങൾ, അവയുടെ ധർമ്മവും നമ്മൾ പഠിച്ചു. ഇനി ഈ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ആമാശയ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ആമാശയരസം. ആമാശയഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ആമാശയരസം. ആമാശയരസത്തിലെ രാസാഗ്നികൾ ഏതൊക്കെയാണ്? പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ്. പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഹൈഡ്രോക്ലോറിക് ആസിഡും ശ്ലേഷ്മവും രാസാഗ്നികളല്ല, അതുകൊണ്ടാണ് അതിവിടെ പറയാത്തത്. അടുത്തത് നോക്കാം. ആമാശയത്തിലെ അമ്ലം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലെ ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലെ ഏത് കോശങ്ങളാണ് ആമാശയത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്? ആമാശയത്തിലെ ഏത് കോശങ്ങളാണ് ആമാശയത്തിലെ പ്രധാന ഘടകമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത്? ഓക്സിൻഡിക് കോശങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യനാണ്, വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആമാശയത്തിലെ ദഹന പ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിലെ ദഹന പ്രക്രിയക്ക് അനുയോജ്യമായ രീതിയിൽ pH നിയന്ത്രിക്കുന്നത് ആരാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ നിർമ്മിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം 1 മുതൽ 3 വരെ. ആമാശയത്തിൽ നിർമ്മിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം എത്രയാണ്? 1 മുതൽ 3 വരെ. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൈം. ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കൈം. കൈമിൻ്റെ pH മൂല്യം എത്രയാണ്? 2. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം നമ്മൾ നേരത്തെ പറഞ്ഞു 1 മുതൽ 3 വരെ. ഇതിൻ്റെ ഒരു മിഡിൽ വാല്യൂ ആണ് കൈമിൻ്റെ pH മൂല്യം എന്ന് ആലോചിക്കുക. അടുത്തത് നോക്കാം. മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പെപ്സിനാണ്. മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പെപ്സിനാണ്. പെപ്സിൻ നമ്മുടെ ആമാശയത്തിലുള്ളൊരു എൻസൈമാണ് കേട്ടോ പെപ്സിൻ. നമ്മൾ പെപ്സിയൊക്കെ കുടിക്കുമ്പോൾ ആദ്യം പോണത് വയറ്റിലല്ലേ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ആമാശയത്തിൽ കാണുന്ന ഒരു എൻസൈമാണ് പെപ്സിൻ. മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈമാണ് പെപ്സിൻ. ഇപ്പോൾ ഇങ്ങനെ മാംസമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പെപ്സി കുടിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പം ഉണ്ടല്ലോ, ഈ ഷവർമയൊക്കെ തിന്നിട്ട്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ. ആമാശയത്തിലുള്ള ഒരു എൻസൈമാണ് കേട്ടോ പെപ്സിൻ. പെപ്സിൻ ദഹിപ്പിക്കാത്ത മാംസം ഏതാണ്? കേസിൻ. പെപ്സിൻ ദഹിപ്പിക്കാത്തൊരു മാംസ്യമാണ് കേസിൻ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? റെനിൻ. പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണെന്ന് ചോദിച്ചാൽ റെനിനാണ്. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആരാണ്? ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളും ചേർന്നാണ്. ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളും ചേർന്നാണ് ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ആമാശയത്തിൽ നടക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? ആമാശയത്തിലെ ഭക്ഷണത്തിലടങ്ങിയ മാംസ്യത്തെ പെപ്സിൻ പെപ്റ്റോണുകളാക്കി മാറ്റി, പാലിലെ മാംസ്യമായ കേസിനെ റെനിൻ ദഹിപ്പിച്ച്, ഗ്യാസ്ട്രിക് ലിപ്പേസിൻ്റെ ഹെൽപ്പോടുകൂടി കൊഴുപ്പിൻ്റെ ഭാഗികമായ ദഹനം വയറിൽ വെച്ചിരുന്നു. ഇത്രയാണ് ആമാശയം. അപ്പോൾ ആമാശയത്തിലെ ദഹന പ്രക്രിയ കഴിഞ്ഞ് അപ്പോൾ അടുത്തത് ആഹാരം ചെറുകുടലിൽ എത്തിയിട്ടുണ്ട്. ചെറുകുടലിന് 3 ഭാഗങ്ങളുണ്ട്. ചെറുകുടലിൻ്റെ 3 ഭാഗങ്ങളാണ് ഡിയോഡിയം അഥവാ പക്വാശയം, ജിജിനം, ഇലിയം. ഡിയോഡിയം, ജിജിനം, ഇലിയം. അപ്പോൾ ഇതാണ് സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് നേരെ ചെറുകുടൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ചെറുകുടലിൻ്റെ തുടക്കമാണ് ഡിയോഡിനം. എന്താണ്? ചെറുകുടലിൻ്റെ തുടക്കമാണ് ഡിയോഡിനം അഥവാ പക്വാശയം. പിന്നെ ജിജിയം, പിന്നെ വൻകുടലായിട്ട് കണക്ട് ചെയ്യണ ഈ ഭാഗമാണ് ഇലിയം. ഇത്രമാണ് ചെറുകുടലിൻ്റെ 3 ഭാഗങ്ങൾ. ഈ ചെറുകുടലിനെയും വൻകുടലിനെയൊക്കെ അതിൻ്റേതായ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ശരീരാവയവമുണ്ട്, അതാണ് മെസൻട്രി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഈ അടുത്തിടെ കറണ്ട് അഫയേഴ്സിലൊക്കെ കയറി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. മെസൻട്രി ശാസ്ത്രജ്ഞന്മാർ അടുത്തിടെ മനുഷ്യ ശരീരത്തിൽ കണ്ടുപിടിച്ച പുതിയ അവയവമാണ് മെസൻട്രി. 79ാമത്തെ അവയവമാണ് മെസൻട്രി.
ഇതുകൂടാതെ 80ാമത്തെ അവയവമായിട്ട് ഇൻ്റർസ്റ്റീഷ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സിൽ പുതിയതായിട്ടൊരു അവയവം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ 81ാമത്തെ അവയവമായിട്ട് പുതിയൊരു അവയവം കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആമാശയത്തിന് തൊട്ട് താഴെയുള്ള ചെറുകുടലിൻ്റെ ഭാഗമാണ് പക്വാശയം. ആമാശയത്തിന് തൊട്ട് താഴെയുള്ള ചെറുകുടലിൻ്റെ ഭാഗം പക്വാശയം. ഇനി ആഹാരം പക്വാശയത്തിലെത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് പക്വാശയം. അപ്പോൾ നമുക്ക് കാണാം കരളിൽ നിന്നൊരു കുഴൽ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്വാശയമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസിൽ നിന്നും ഒരു കുഴൽ പക്വാശയമായിട്ട് കണക്ട് ചെയ്തത്. ഇത് രണ്ടും ഒരു പൊതു കുഴലായിട്ട് അവിടെ നിന്ന് ഒറ്റയായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം. പിത്തരസം ഇവിടെ ഗാൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആമാശയത്തിൽ നിന്നുള്ള കൈമ് ഡുവോഡിനത്തിൽ എത്തുമ്പോൾ ഈ പിത്തരസം സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ പിത്തരസത്തിൽ പ്രത്യേകിച്ച് എൻസൈമുകളൊന്നുമില്ല. അപ്പോൾ എന്താണ് പിത്തരസത്തിൻ്റെ ധർമ്മം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ കൈമിൻ്റെ pH വാല്യൂ ഏകദേശം 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ ഹൈലി അസിഡിക്കാണ്. ഇത്രയും അസിഡിക്കായിട്ടുള്ള ഫുഡ് നമ്മുടെ ചെറുകുടലിൽ കയറിക്കഴിഞ്ഞാൽ ചെറുകുടലിൻ്റെ ഭിത്തികൾക്കൊക്കെ നാശം സംഭവിക്കാം. അപ്പോൾ അത് തടയലാണ് നമ്മുടെ പിത്തരസത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം. അതായത് അമ്ല ഗുണമുള്ള കൈമിനെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുക ആണ് പിത്തരസത്തിൻ്റെ ഒന്നാമത്തെ ധർമ്മം. അടുത്ത ധർമ്മമാണ് കൊഴുപ്പിനെ ചെറുകണികകളാക്കുക. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ഈ രണ്ടാണ് നമ്മുടെ പിത്തരസത്തിൻ്റെ 2 ധർമ്മങ്ങൾ. ഒന്ന് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, 2 അമ്ലഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കി മാറ്റുക. ഇതുപോലെ തന്നെ ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സെക്രീഷനാണ് ആഗ്നേയരസം. ആഗ്നേയരസത്തിൽ 3 എൻസൈമുകളുണ്ട്. ഏതൊക്കെയാണ് ആ 3 എൻസൈം? പാൻക്രിയാറ്റിക് അമിലേസ്, നമ്മൾ സലൈവറി അമിലേസ് പഠിച്ചത്, ഉമിനീരിലുണ്ടാവുന്നതാണ് സലൈവറി അമിലേസ്. ഇത് പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. എന്താണ് ഇവയുടെ ധർമ്മം എന്ന് നോക്കാം. പാൻക്രിയാറ്റിക് അമിലേസ്, നമ്മൾ സലൈവറി അമിലേസ് പറഞ്ഞ പോലെ തന്നെ അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുകയാണ് പാൻക്രിയാറ്റിക് അമിലേസിൻ്റെ ധർമ്മം. പിന്നെ ഉള്ളതാണ് ട്രിപ്സിൻ. ട്രിപ്സിൻ്റെ ധർമ്മം എന്താണ്? പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന ആരാണ്? ട്രിപ്സിൻ. നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചു, പെപ്സിൻ. പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുക. ഇത് പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിൻ. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ ടൈ ചെയ്തൊക്കെ വെക്കണത്, ബൈക്കിൻ്റെ പുറകിൽ ടൈ ചെയ്തൊക്കെ വെക്കണത് ട്രിപ്പ് പോകുമ്പോഴാണ്. അങ്ങനെ ഓർത്താൽ മതി. പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിനാണ്. ഇനി കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. കൊഴുപ്പ് നേരത്തെ പറഞ്ഞ ലിപ്പ്, നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിൽ കൊഴുപ്പ് ഇങ്ങനെ തങ്ങി നിൽക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ് ആണ്. അപ്പോൾ ഈ 3 ആഗ്നേയരസത്തിലെ രാസാഗ്നികൾ. ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, ലിപ്പേസ്. അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നത് അമിലേസ്, പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത് ട്രിപ്സിൻ, കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ദഹന പ്രക്രിയയിലെ അന്തിമ ഉൽപ്പന്നങ്ങളിൽ ഫാറ്റി ആസിഡും ഗ്ലിസറോളും പഠിച്ചായിരുന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്താ? കൊഴുപ്പിൻ്റെ ദഹനം ഏകദേശം ഇവിടെ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. കൊഴുപ്പിൻ്റെ ദഹനം പക്വാശയത്തിൽ വെച്ചിട്ട് തന്നെ കൊഴുപ്പിൻ്റെ ദഹനം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിക്കാമെന്ന് നോക്കാം. ആമാശയത്തിൽ നിന്ന് വരുന്ന അമ്ലഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. ഓക്കെ, ആമാശയത്തിൽ നിന്ന് വരുന്ന അമ്ലഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്ന ദഹനരസം പിത്തരസം. പിത്തരസത്തിലെ വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വർണ്ണകങ്ങൾ. പിത്തരസത്തിലെ വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ബിലിറൂബിൻ, ബിലിവർഡിൻ. പിത്തരസത്തിലെ വർണ്ണകങ്ങൾ ബിലിറൂബിൻ, ബിലിവർഡിൻ. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം പിത്തരസം. ഈ കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന പ്രക്രിയയാണ് ഇമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയരസം. ആഗ്നേയരസത്തിലെ രാസാഗ്നികൾ ഏതൊക്കെയാണ്? ആഗ്നേയരസത്തിലെ എൻസൈം, രാസാഗ്നികൾ എന്ന് പറഞ്ഞാൽ എൻസൈം ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ട്രിപ്സിൻ. ടൈ ചെയ്ത് വെക്കുന്ന കാര്യം ആലോചിക്കുക. എപ്പോഴാണ്? ട്രിപ്പിന് പോകുമ്പോൾ. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ട്രിപ്സിൻ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന രാസാഗ്നി പാൻക്രിയാറ്റിക് ലിപ്പേസ്. കൊഴുപ്പ്
കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കാൻ നേരത്ത് ലിപ്പിലിരിക്കും അല്ലേ. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്ന രാസാഗ്നി പാൻക്രിയാറ്റിക് ലിപ്പേസ്. അപ്പോൾ ഇത്രയും ആകുമ്പോൾ നമ്മുടെ പക്വാശയത്തിൽ വെച്ചുള്ള ദഹനം പൂർത്തിയാവുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ കൊഴുപ്പിൻ്റെ ദഹനം ഏകദേശം കംപ്ലീറ്റ് ആയി ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറി. പിന്നെ ആലോചിക്കേണ്ടത് എന്താണ്, പക്വാശയത്തിലേക്ക് സെക്രീറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പിത്തരസം ലിവർ ഉൽപ്പാദിപ്പിച്ചു വിടുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. അമിലേസിന്റെ ധർമ്മം എന്താണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുക. ആ വെച്ചിട്ട് കണക്ട് ചെയ്താൽ മതി. ട്രിപ്സിന്റെ ധർമ്മം എന്താണ്? പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുക. ട്രിപ്സിന്റെ ധർമ്മം എന്താണ്? പ്രോട്ടീനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുക. പാൻക്രിയാറ്റിക് ലിപ്പേസിന്റെ ധർമ്മം എന്താണ്? ലിപ്പായിട്ട് ആലോചിക്കുക. കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അടുത്തത് ആഹാരം പക്വാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് കടക്കുകയാണ്. ചെറുകുടലിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം. ചെറുകുടലിലെ ഗ്രന്ഥികളും ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ചെറുകുടലിലെ ഗ്രന്ഥികളും ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആന്ത്രരസം. ആന്ത്രരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പെപ്റ്റിഡേസ്, മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ്. ഏതൊക്കെയാണ്? പെപ്റ്റിഡേസ്, മാൾട്ടേസ്, ലാക്ടേസ്, സൂക്രേസ്. എന്തൊക്കെയാണ് ഇവയുടെ ധർമ്മം എന്ന് നോക്കാം. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചു, പെപ്സിൻ പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു. ട്രിപ്സിൻ പ്രോട്ടീനിനെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. ഈ പെപ്റ്റോണിനെയും പെപ്റ്റൈഡിനെയും പെപ്റ്റിഡേസ് എന്ന രാസാഗ്നി അമിനോ ആസിഡാക്കി മാറ്റുന്നു. എന്താണ്? പെപ്റ്റോണിനെയും പെപ്റ്റൈഡിനെയും പെപ്റ്റിഡേസ് എന്ന രാസാഗ്നി അമിനോ ആസിഡാക്കി മാറ്റുന്നു. അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണ്. അപ്പോൾ പെപ്റ്റോണിനെയും പെപ്റ്റൈഡിനെയും പെപ്റ്റിഡേസ് എന്ന രാസാഗ്നി അമിനോ ആസിഡാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ മാൾട്ടോസ്, നമ്മൾ പറഞ്ഞു അന്നജത്തിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന ആരാണ്? ടയലിൻ, സലൈവറി അമിലേസ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് അമിലേസ്. രണ്ടുപേരും ചേർന്ന് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാൾട്ടോസിനെ മാൾട്ടേസ് എന്ന രാസാഗ്നി ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ചെറുകുടലിൽ വെച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. നമ്മുടെ പാലിലുള്ള ഷുഗറാണ് ലാക്ടോസ്. ഈ ലാക്ടോസിനെ ലാക്ടേസ് എന്ന രാസാഗ്നി ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. ലാക്ടേസ് എന്ന രാസാഗ്നി ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ പഞ്ചസാരയിലുള്ളതാണ് സൂക്രോസ്. പഞ്ചസാരയിലുള്ള സൂക്രോസിനെ സൂക്രേസ്, ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. എന്താണ്? പഞ്ചസാരയിലുള്ള സൂക്രേസ് എന്താക്കി മാറ്റുന്നു? ഫ്രക്ടോസ് ആക്കി മാറ്റുന്നു. അങ്ങനെ അമിനോ ആസിഡ് ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് ഇങ്ങനെ ദഹന പ്രക്രിയയിലെ അന്തിമ ഉൽപ്പന്നങ്ങളായി മാറുന്നു. അപ്പോൾ ചെറുകുടലിൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോഴേക്കും നമ്മുടെ ഭക്ഷണ ഘടകങ്ങളിലെ സങ്കീർണമായ പോഷക ഘടകങ്ങൾ എന്തായി? ലഘു ഘടകങ്ങളായി മാറിയില്ലേ? അമിനോ ആസിഡ്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, ഫ്രക്ടോസ് എന്നീ ലഘു ഘടകങ്ങളായി മാറി. നമുക്ക് ഈ ചെറുകുടലിൻ്റെ ഈ ഭാഗത്തു നിന്ന് വരുന്ന കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അന്നജത്തെ ദഹിപ്പിക്കുന്നത് ആരാണ്? അമിലേസ്. ആ വെച്ച് കണക്ട് ചെയ്യുക. അന്നജത്തെ ദഹിപ്പിക്കുന്നത് അമിലേസ്. മാംസ്യത്തെ ദഹിപ്പിക്കുന്നത് പെപ്സിനും ഉണ്ട് ട്രിപ്സിനും ഉണ്ട് കേട്ടോ. മാംസ്യത്തെ ദഹിപ്പിക്കുന്നത് പെപ്സിൻ. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ലിപ്പേസ്. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ടൈ ചെയ്ത് വെക്കുന്നത് ട്രിപ്പ് പോകുമ്പോൾ ട്രിപ്സിൻ. മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്ന രാസാഗ്നി ട്രിപ്സിൻ. മാംസ്യത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്ന രാസാഗ്നി പെപ്സിൻ. ഇപ്പോൾ ഈ ലഘു ഘടകങ്ങളെല്ലാം ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പാകത്തിന് തയ്യാറായി നിൽക്കുകയാണ്. ഇനിയാണ് ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ആഗിരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുകുടലിൻ്റെ ഭിത്തിയാണിത്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തിൻ്റെ പേരാണ് വില്ലസ്. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗമാണ് വില്ലസ്. വില്ലസിൻ്റെ ഉൾഭാഗമാണിത്. ഒരു വില്ലസിൻ്റെ ഉൾഭാഗമാണിത്. ഇതിലെന്തൊക്കെയുണ്ട്? രക്തലോമികളുണ്ട്, പിന്നെ ലാക്റ്റിയൽ ഉണ്ട്. എന്താണ് ലാക്റ്റിയൽ? വില്ലസിനകത്ത് ലിംഫ് വാഹി കുഴലുകളുണ്ട്. ഈ ലിംഫ് വാഹി കുഴലുകളുടെ പേരാണ് ലാക്റ്റിയൽ. അപ്പോൾ വില്ലസിനകത്ത് എന്തൊക്കെയുണ്ട്? രക്തലോമികളുണ്ട്, പിന്നെ ലാക്റ്റിയലും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ വില്ലസിൻ്റെ ധർമ്മം? സർഫസ് ഏരിയ മാക്സിമം കൂട്ടുക. ഇതിങ്ങനെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് മാക്സിമം സർഫസ് ഏരിയ കൂട്ടുക, മാക്സിമം ഫുഡ് പാർട്ടികളായിട്ട് കോണ്ടാക്റ്റിൽ വരുത്തുക എന്നുള്ളതാണ് വില്ലസിൻ്റെ ധർമ്മം. അപ്പോൾ എന്താണ് വില്ലസിൽ സംഭവിക്കണമെന്ന് നോക്കാം. ജലത്തിൽ ലയിക്കുന്ന പോഷണങ്ങളുണ്ട്. ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്. ഇതെല്ലാം ജലത്തിൽ ലയിക്കുന്നതാണ്. ഈ ജലത്തിൽ ലയിക്കുന്ന പോഷകങ്ങളൊക്കെ രക്തലോമികൾ ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നു. എങ്ങനെയാണ്? രക്തലോമികൾ ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്നു. അങ്ങനെ രക്തത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാഗമായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ ഫാറ്റി ആസിഡിനും ഗ്ലിസറോളിനും എന്താ സംഭവിക്കുന്നത്? ഈ ലാക്റ്റികൾക്കുള്ളിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എങ്ങോട്ടാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? ലിംഫിലേക്ക്. അതുപോലെ തന്നെ വാട്ടർ സോല്യൂബിളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡൊക്കെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ്
ചെറുകുടലിലൂടെ ഇങ്ങനെ നീങ്ങുമ്പോൾ ഈ ചെറിയ എല്ലാ ഭാഗത്തായിട്ടും ഇനി കോണ്ടാക്ട് വരുന്നു, ഈ വില്ലസുമായിട്ട് കോണ്ടാക്ട് വരുന്നു. ഈ വില്ലസിനകത്ത് രക്തലോമികളുണ്ട്, അതുപോലെ തന്നെ ലിംഫ് വാഹി കുഴലുകളുണ്ട്, അതിൻ്റെ പേരാണ് ലാക്റ്റിയൽ. വാട്ടർ സോല്യൂബിൾ ആയത് ജലത്തിൽ സോല്യൂബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ് എല്ലാം എന്ത് സംഭവിക്കും? ഇവിടുത്തെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ് രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. വെള്ളത്തിൽ ലയിക്കാത്ത ഫാറ്റി ആസിഡും ഗ്ലിസറോളിനും എന്ത് സംഭവിക്കും? ലാക്റ്റികൾക്കുള്ളിലെ ലിംഫിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇത് ലാക്റ്റികൾക്കുള്ളിലെ ലിംഫിലേക്കാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ചെറുകുടലിലെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. ചെറുകുടലിലെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. വില്ലസിനകത്ത് കാണപ്പെടുന്ന ലിംഫ് ലോമികളുടെ പേരാണ് ലാക്റ്റിയലുകൾ. വില്ലസിനകത്ത് കാണപ്പെടുന്ന ലിംഫ് ലോമികളുടെ പേര് ലാക്റ്റിയലുകൾ. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? രക്തത്തിലേക്ക്. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നത് എങ്ങോട്ടാണ്? രക്തത്തിലേക്ക്. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ച്. ധാന്യകം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ പൂർണ്ണദഹനം നടക്കുന്ന എവിടെയാണ്? ചെറുകുടലിൽ വെച്ച്. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ച്. ചെറുകുടലിലെ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന എൻസൈമുകൾ അടങ്ങിയ സ്രവമാണ് ആർദ്രരസം. ചെറുകുടലിലെ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന എൻസൈമുകൾ അടങ്ങിയ സ്രവമാണ് ആർദ്രരസം. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാം ആഗിരണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ആഗിരണം നടക്കണമെന്ന് അറിയണ്ടേ? അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ലഘുഘടകങ്ങളെ ആഗിരണത്തെ സഹായിക്കുന്ന പ്രക്രിയകളാണ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. 4 പ്രക്രിയകളിലൂടെയാണ് ഈ ആഗിരണം നടക്കുന്നത്. ഇതിൽ പറഞ്ഞ ആദ്യത്തെ 3 പ്രക്രിയകളും ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഢത കുറഞ്ഞ സ്ഥലത്തേക്കാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഈ 3 പ്രക്രിയകളും ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഊർജത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രാ ഊർജത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഗാഢത കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടിയ സ്ഥലത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഊർജ്ജം ആവശ്യമുണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇവിടെ അർദ്ധധാരി സ്തരത്തിൻ്റെ ആവശ്യമില്ല, അതായത് സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ആവശ്യമില്ല. സിമ്പിൾ ഡിഫ്യൂഷന് സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ആവശ്യമില്ല. എക്സാമ്പിൾ, ലാറ്റിയയിലേക്കുള്ള ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനിലൂടെയാണ്. എന്താണ്? ലാറ്റിയയിലേക്കുള്ള ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവയുടെ ആഗിരണം നടക്കുന്നത് സിമ്പിൾ ഡിഫ്യൂഷനാണ്. അടുത്തത് നോക്കാം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു സിമ്പിൾ ഡിഫ്യൂഷനിൽ ആരുടെയും സഹായമില്ല, തന്നെ നടക്കുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. ഇവിടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഇതിൽ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടെ നടക്കുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡുകൾ എന്നിവയുടെ രക്തലോമികളിലേക്കുള്ള ആഗിരണം. ഇവയെല്ലാം രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലൂടെയാണ്. അതായത് ചില പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തോടുകൂടിയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഇവിടെയും അർദ്ധധാരി സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ആവശ്യമില്ല. അടുത്തതാണ് ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ് ഓസ്മോസിസ് നടക്കുന്നത്. പക്ഷേ ഒരു അർദ്ധധാരി സ്തരത്തിലൂടെയാണ് തന്മാത്രകളുടെ പ്രവാഹം നടക്കുന്നത്. അപ്പോൾ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാരി സ്തരത്തിലൂടെയുള്ള തന്മാത്രകളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. എക്സാമ്പിൾ, ജലത്തിൻ്റെ ആഗിരണം. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് എങ്ങനെയാണ്? ഓസ്മോസിസിലൂടെയാണ്. അടുത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഗാഢതാക്രമത്തിന് വിപരീതമായി ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സംഭവം ഇത്രേ ഉള്ളൂ. ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്ന് പൈപ്പിൽ വെള്ളം വരാനായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ ഊർജ്ജമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൈപ്പ് തുറന്നാൽ വെള്ളം വരും. കാരണം ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് ഒഴുകുന്നത്. അതേസമയം നമ്മുടെ കിണറിലെ വെള്ളം ടാങ്കിലേക്ക് അടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ മോട്ടർ വെച്ച് അടിക്കണം, എന്നാലേ അത് മുകളിലേക്ക് കയറുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വാഹക പ്രോട്ടീൻ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം അവർക്ക്. വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ്
ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫുഡ് കുറച്ച് കഴിച്ചോളെങ്കിൽ എന്ത് പറ്റും? കുടലിലൊക്കെ വളരെ കുറവായിരിക്കും, നമുക്ക് വേണ്ട പോഷകാംശങ്ങൾ അതിൻ്റെ ഗാഢത കുറവായിരിക്കും, ചെറുകുടലിൽ കുറവായിരിക്കും. പക്ഷെ അത് ആഗിരണം ചെയ്യാതെ വിടാൻ പറ്റുമോ ശരീരത്തിന്? അപ്പോഴാണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്. വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വെച്ചിട്ട് ഇത് നമ്മുടെ ചെറുകുടലിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ എന്താ വെച്ചാൽ ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലൂടെയാണ് ആഗിരണം നടക്കുന്നത്. ആദ്യത്തെ എന്താണ്? സിമ്പിൾ ഡിഫ്യൂഷനിൽ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ്. അർദ്ധധാര്യസ്തരത്തിൻ്റെ ആവശ്യമില്ല, പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായം വേണ്ട. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായം വേണം. ഓസ്മോസിസിൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് തന്നെയാണ്, പക്ഷേ അർദ്ധധാര്യസ്തരത്തിൻ്റെ ആവശ്യമുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഗാഢതാക്രമണത്തിന് വിപരീതമായാണ്, പ്ലസ് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ആഗിരണം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 മെത്തേഡിലൂടെയാണ് നമ്മുടെ ചെറുകുടലിൽ ആഗിരണം നടക്കുന്നത്. ചെറുകുടലിൽ നിന്ന് അടുത്തത് വൻകുടലിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇതാണ് വൻകുടൽ. വൻകുടലിന് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സീക്കം, കോളം, റെക്റ്റം. സീക്കം, കോളൻ, റെക്റ്റം. ചെറുകുടലിൻ്റെ അവസാന ഭാഗമായ ഇലിയം വന്ന് കണക്ട് ചെയ്യുന്ന ഈ ഭാഗമാണ് സീക്കം. പിന്നെ ഈ മാല പോലെ കാണപ്പെടുന്ന ഭാഗമാണ് കോളൻ. അവസാന ഭാഗം ഇതാണ് റെക്റ്റം അല്ലെങ്കിൽ മലാശയം. കൂടുതൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ്. സീക്കത്തിലെ വിരൽ പോലെ തള്ളി നിൽക്കുന്ന ഈ ഭാഗമാണ് വെർമിഫോം അപ്പൻഡിക്സ്. വൻകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം എ. ഇപ്പോൾ നമ്മുടെ വൻകുടലിൽ ശരീരത്തിന് ഉപയോഗപ്രദമായ കുറച്ച് ബാക്ടീരിയകളുണ്ട്. ആ ബാക്ടീരിയകളാണ് ജീവകം എ ഉൽപ്പാദിപ്പിക്കും. വൻകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം എ. ഇപ്പോൾ നമ്മുടെ രക്തത്തിൽ നിന്ന് എക്സ്ക്രീഷൻ നടക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ദഹനപ്രക്രിയ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് ഫാസ്റ്റായിട്ട് ഒന്ന് ദഹനപ്രക്രിയയിലെ ഇതൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇപ്പോൾ വായിൽ ഉമിനീരുണ്ട്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ടയലിൻ. ടയലിൻ്റെ ധർമ്മം എന്താണ്? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുക. അടുത്തത് ആമാശയം. ആമാശയത്തിൽ ആമാശയരസമുണ്ട്. ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് പെപ്സിൻ, റെനിൻ. പെപ്സിൻ എന്ത് ചെയ്യും? മാംസത്തെ പെപ്റ്റോണുകളാക്കുന്നു. റെനിൻ എന്ത് ചെയ്യും? കേസിൻ, പാലിലെ മാംസ്യമായ കേസിനെ ദഹിപ്പിക്കുന്നു. അടുത്ത ഡിയോഡിനം. ഡിയോഡിനത്തിൽ പിത്തരസമുണ്ട്, ആഗ്നേയരസമുണ്ട്. പിത്തരസത്തിൽ രാസാഗ്നികളൊന്നും തന്നെ ഇല്ല. പിത്തരസത്തിൻ്റെ ധർമ്മം എന്താണ്? ഇമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ആണ്. പിന്നെ ആഗ്നേയരസത്തിലുള്ള രാസാഗ്നികളാണ് പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്, ട്രിപ്സിൻ. ഇവയുടെ ധർമ്മം എന്താണ്? പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ട്രിപ്സിൻ മാംസ്യത്തെ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു. ഓക്കെ, അടുത്ത ചെറുകുടലിലുള്ളതാണ് ആന്ത്രരസം. ആന്ത്രരസത്തിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് പെപ്റ്റിഡേസ്, മാൾട്ടേസ്, ലാക്ടേസ്, സുക്രേസ്. പെപ്റ്റിഡേസ് എന്ത് ചെയ്യും? പെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. മാൾട്ടേസ് എന്ത് ചെയ്യും? മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ലാക്ടേസ് എന്ത് ചെയ്യും? ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായി മാറ്റുന്നു. സുക്രേസ് എന്ത് ചെയ്യും? സൂക്രോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇത്രയുമാണ് ദഹനപ്രക്രിയയിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് മാത്രം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മാക്സിമം റിവൈസ് ചെയ്യുക. ഓരോ രാസാഗ്നിയും എവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ ധർമ്മം എന്തിനെ എന്താക്കി മാറ്റുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്